പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റെയിൻസിൻ്റെ WWE ടെലിവിഷനിലേക്കുള്ള തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള ഒരു ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡെമിൻ പ്രീസ്റ്റിൻ്റെ ആദ്യ എതിരാളിയായി ജെ ഊസോയെ കൊണ്ടുവരുന്നത് ശരിയായിട്ടുള്ള തീരുമാനം ആണോ എന്നുള്ളതിൻ്റെ നമ്മുടെ അഭിപ്രായത്തെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ള ചെറിയൊരു അപ്ഡേറ്റ്, ഇന്ന് നടന്ന NXTയുടെ വീക്ക്ലി എപ്പിസോഡിൽ നടന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ബ്രോൺ ബ്രേക്കർ അതുപോലെ തന്നെ ബെറൺ കോർബിൻ തുടങ്ങിയവരുടെ ടീം പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ പുതിയ NXTയുടെ ടാഗ് ടീം ചാമ്പ്യന്മാരായി ആക്സിം, നെതൻ ഫ്രേസർ തുടങ്ങിയവരുടെ ടീം വിജയിച്ചു. ആ മത്സരം കഴിഞ്ഞതിന് ശേഷം ദി ഫൈനൽ ടാസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന AOP, കെരൺ ക്രോസ് തുടങ്ങിയവരുടെ ആ ഒരു ഫാക്ഷൻ വന്ന് ഈ പുതിയ ടാഗ് ടീം ചാമ്പ്യന്മാരെ ആക്രമിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ സ്മാക്ഡൗണിലുണ്ടായിരുന്ന ഫൈനൽ ടാസ്റ്റ്മെൻറ്റ് NXTയിലേക്ക് കൂടുമാറുന്നതാണ് നമുക്ക് ഇന്നത്തെ വീക്കിലി എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ NXT അവസാനിച്ചതിന് ശേഷം ബ്രോൺ ബ്രേക്കർ അദ്ദേഹത്തിൻ്റെ ഫെയർവെല്ല് NXTയിൽ നിന്ന് അദ്ദേഹം മെയിൻ റോസ്റ്ററിലേക്ക് ഫുൾ ടൈമായി മാറാൻ പോകുന്നു എന്നുള്ളതിനോട് അനുബന്ധിച്ചുള്ള ചെറിയൊരു സ്പീച്ച് നടത്തിയതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രോൺ ബ്രേക്കർ ഇനി പൂർണ്ണമായും സ്മാക്ഡൗൺ ബ്രാൻഡിൻ്റെ ഭാഗമായിരിക്കും. മറ്റൊരു അപ്ഡേറ്റ്, പുതിയ നമ്പർ 1 കണ്ടൻഡറായി ജെ ഊസോ വിജയിച്ചത് ശരിയായിട്ടുള്ള തീരുമാനം ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന ഫേറ്റൽ ഫോർവേഡ് നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിലാണ് ജെ ഊസോ വിജയിച്ചത്. ജെ ഊസോയെ കൂടാതെ ഡ്രൂ മാക്കിൻഡയർ, ബ്രോൺസൺ റീഡ്, റിക്കഷെ തുടങ്ങിയവരാണ് ഈ മത്സരത്തിൽ പങ്കെടുത്ത റെസ്ലേഴ്സ്. ഡ്രൂ മാക്കിൻഡയറിനെ ആയിരിക്കും എല്ലാവരും പ്രഡിക്ഷൻ പോലെ വിജയിക്കുമെന്ന് കരുതിയത്. എന്നാൽ CM പങ്കിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇടപെടൽ അത് ഡ്രൂവിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചു. ഡ്രൂവിനെ പിൻ ചെയ്തിട്ടാണ് ജെ ഊസോ വിജയിച്ചത് എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ കുറച്ച് പോയിന്റുകൾ ഇതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഡ്രൂ മാക്കിൻഡയറിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വഴി തടസ്സം നിൽക്കുന്ന CM പങ്ക് ഒരു വില്ലനായി മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പലർക്കുമുണ്ട്. എന്നാൽ CM പങ്ക് വില്ലനാകുന്നില്ല. CM പങ്ക് നിലവിലും ഒരു നായകൻ ടൈപ്പ് തന്നെയാണ് ഈ ഒരു സ്റ്റോറി ലൈനിൽ നിൽക്കുന്നത്. CM പങ്കിൻ്റെ ഉള്ളിലെ വില്ലനിസം അദ്ദേഹത്തെ വിട്ടുപോകുന്നില്ല എന്നുള്ളതാണ് അവിടെ അവർ ഡീറ്റെയിൽ ആയിട്ട് നൽകുന്നത്. കൂടാതെ CM പങ്ക് എന്തിന് ഡ്രൂ മാക്കിൻഡയറിൻ്റെ മുന്നിൽ ഇങ്ങനെ തടസ്സങ്ങൾ കൊണ്ട് ആയി നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇഞ്ചുറി മൂലം മാറി നിൽക്കുന്ന CM പങ്കിനെ നിരന്തരം ചൊറിഞ്ഞ് CM പങ്കിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്തിരുന്ന ഡ്രൂ മാക്കിൻഡയറിന് കൃത്യമായ സമയത്ത് തിരിച്ച് പണി കൊടുത്ത് അവരുടെ ആ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ക്രിയേറ്റീവ് ടീം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡ്രൂവിൻ്റെ എല്ലാ വിധത്തിലുമുള്ള അദ്ദേഹത്തിന് കിട്ടാവുന്ന അച്ചീവ്മെൻറ്റുകൾക്ക് മുന്നിൽ വലിയൊരു തടസ്സമായി CM പങ്കിനെ ലാസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ജെ ഊസോ വിജയിച്ചതിലേക്ക് വരികയാണെങ്കിൽ, ജെ ഊസോ വിജയിച്ചത് മികച്ച തീരുമാനമാണ്. കാരണം ഡെമിൻ പ്രീസ്റ്റിനെതിരെ ആദ്യത്തെ ഒരു ചലഞ്ചറായിട്ട് വന്നാലും ഡെമിൻ പ്രീസ്റ്റ് തന്നെയായിരിക്കും വിജയിക്കുക. അപ്പോൾ ജെ ഊസോയ്ക്ക് ഒരു വേൾഡ് ടൈറ്റിൽ സ്റ്റോറി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്യൂഡ് കാണാനും സാധിക്കും. ഇനി ഡെമിൻ പ്രീസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, 2014 വരും ഒരു ബോഡിഗാർഡായിട്ടാണ് WWE ടെലിവിഷനിൽ ഡെമിൻ പ്രീസ്റ്റ് അപ്പിയർ ചെയ്തത്. 10 വർഷങ്ങൾക്ക് ഇപ്പുറം 2024 എത്തുമ്പോൾ റസൽമേനിയ പോലെ ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസ് ക്യാഷിൻ ചെയ്ത് സക്സസ്ഫുള്ളായി വേൾഡ് ചാമ്പ്യൻ ആകാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു റെസ്ലർ അവർക്ക് കിട്ടുന്ന അവസരം മികച്ചതാക്കി ചെയ്യാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് വേണ്ട അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഡെമിൻ പ്രീസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെമിൻ പ്രീസ്റ്റിനെ വേൾഡ് ചാമ്പ്യൻ ആക്കിയതും ജെ ഊസോയെ നമ്പർ 1 കണ്ടൻഡർ ആക്കിയതൊക്കെ ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണ്. നിലവിൽ സ്റ്റോറി ലൈനെല്ലാം കൃത്യമായിട്ടുള്ള ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. റോയിൽ വേൾഡ് ടൈറ്റിലിനേക്കാൾ അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് CM പങ്ക്, ഡ്രൂ മാക്കിൻഡയർ തുടങ്ങിയവരുടെ സ്റ്റോറി ലൈൻ ആണെന്നുള്ളത് റോ എപ്പിസോഡിലൂടെ കൃത്യമായി ക്രിയേറ്റീവ് ടീം ഇൻഡയറക്റ്റായി തുറന്നു പറയുന്നു. അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റെയിൻസിൻ്റെ അടുത്ത അപ്പിയറൻസിനെ സംബന്ധിച്ചുള്ള ഒരു ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സമ്മർ സ്ലാം 2024 നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 4 ഞായറാഴ്ചയാണ്. അതിന് മുൻപത്തെ, അതായത് ശനിയാഴ്ച നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലാണ് നിലവിൽ റോമൻ റെയിൻസിനെ അഡ്വർടൈസ് ചെയ്തിട്ടുള്ള ഏക സ്മാക്ഡൗൺ എപ്പിസോഡ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന് മുൻപുള്ള ഒരു സ്മാക്ഡൗണിലും ലൈവ് ഇവൻറ്റിലും റോമൻ റെയിൻസിനെ അഡ്വർടൈസ് ചെയ്തിട്ടില്ല എന്നാണ് ഈ വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വാർത്തയായതുകൊണ്ടാണ് നിങ്ങളുമായി പങ്കുവച്ചത്. റോമൻ റീൻസ് തിരികെ വന്നാൽ അദ്ദേഹം ട്രൈബൽ ചീഫ് ക്യാരക്ടറിൽ തന്നെ ആയിരിക്കും എന്നുള്ളതും മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ ഒപ്പം തന്നെയായിരിക്കും റോമൻ റീൻസ് അപ്പിയർ ചെയ്യാൻ സാധ്യത. സമ്മർ സ്ലാമിൽ എന്താണ് റോമൻ റീൻസിൻ്റെ പ്ലാൻ എന്നൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഒരു വേൾഡ് ടൈറ്റിൽ സ്റ്റോറി റോമൻ റീൻസിന് ഇനി കിട്ടുമോ എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.